പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ചോദ്യം ചോദിക്കട്ടെ. നാം നമ്മുടെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നവരാണോ അതോ നാം നമ്മുടെ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരാണോ? നമ്മുടെ ദൈവത്തിൻ്റെ ഉള്ളിൽ നമ്മെക്കുറിച്ച് സന്തോഷം തോന്നത്തക്ക അളവിൽ നമ്മുടെ ജീവിതമായിരിക്കുന്നുവോ അതോ നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ ദൈവ കോപം ജ്വലിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിത നിലവാരം ആയിരിക്കുന്നുവോ? വചനം നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ നാം കാണുന്നുണ്ട്. ദൈവം തൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവർ ആകണമെന്നുള്ള ദൈവത്തിൻ്റെ ഹിതത്താൽ ദൈവം തിരഞ്ഞെടുത്ത് സൃഷ്ടിച്ച മനുഷ്യൻ്റെ ഉള്ളിൽ പാപം പെരുകിയപ്പോൾ, അവൻ്റെ ഉള്ളിൽ വഷളത്വം വളർന്നപ്പോൾ അത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദുഃഖമായി എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. മാത്രമല്ല, ആ ദുഃഖം പിന്നത്തേതിൽ ദൈവ കോപത്തെ ജ്വലിപ്പിക്കുന്ന അളവിലേക്ക് വളരുകയാണ്. ജനത്തിൻ്റെ പാപം പെരുകിയപ്പോൾ ദൈവത്തിൻ്റെ കോപം അത്രത്തോളം ജ്വലിക്കുവാനായിട്ട് തുടങ്ങി. പിന്നത്തേതിൽ ആ ദൈവകോപം ഒരു വലിയ ജലപ്രളയമായി പ്രതിഫലിക്കപ്പെടുകയും നോഹയും തൻ്റെ കുടുംബവും ഒഴികെ ഭൂമിയിലെ സകലവും നശിക്കത്തക്ക അളവിൽ ആ ദൈവകോപത്തിൻ്റെ പ്രതിഫലനങ്ങൾ ആ ഭാഗത്തിൽ നാം കാണുകയാണ്. ഇങ്ങനെ പറയട്ടെ, പാപം ചെയ്യുന്ന ഒരു മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ കോപത്തെ ജ്വലിപ്പിക്കുകയാണ്. എന്നാൽ ദൈവത്തിങ്കലേക്ക് മനം തിരിഞ്ഞ് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവപൈതലിനെ ചൊല്ലി ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് നാം വചനത്തിൽ കാണുന്നുണ്ട്. 1 രാജാക്കന്മാർ 14-ാം അധ്യായം 21-22 വചനങ്ങൾ വായിക്കട്ടെ. ശലോമോൻ്റെ മകനായ രെഹബയാം യഹൂദായിൽ വാണു. രെഹബയാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 41 വയസ്സായിരുന്നു. യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത നഗരമായ യെരൂശലേമിൽ അവൻ 17 സംവത്സരം വാണു. അമ്മോന്യ സ്ത്രീയായ അവൻ്റെ അമ്മയ്ക്ക് നയമ എന്ന് പേർ. യഹൂദ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ ചെയ്ത പാപങ്ങൾ കൊണ്ട് അവരുടെ പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ അധികം അവനെ ക്രുദ്ധിപ്പിച്ചു. വളരെ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ ചില പ്രത്യേക പദങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനും പഠിക്കുവാനുമായിട്ടും കഴിയും. ഒന്നാമതായി അവിടെ യെരൂശലേമിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. യെരൂശലേമിനെ പറ്റി ആ ഭാഗത്തിൽ നാം കാണുന്നത്, യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുത്ത നഗരമായ യെരൂശലേം. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ യെരൂശലേമിനെ പറ്റി ഒരു പദ്ധതിയുണ്ട്. ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് യെരൂശലേമിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി, എൻ്റെ നാമം ഈ യെരൂശലേമിന് മേൽ സ്ഥാപിക്കണം, യെരൂശലേം എൻ്റെ പേരിൽ അറിയപ്പെടണം, എൻ്റെ സ്വന്തം നഗരമെന്ന് യെരൂശലേം അറിയപ്പെടണം എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയോടെയാണ് യെരൂശലേമിനെ ദൈവം നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് ശലോമോൻ രാജാവിൻ്റെ കാലത്ത് യെരൂശലേമിൽ ഒരു ദൈവാലയം പണിയുവാൻ ദൈവത്തിൻ്റെ മഹത്വം പൂർണ്ണ തോതിൽ ഇറങ്ങി വരത്തക്ക അളവിൽ ദൈവത്തിൻ്റെ നാമം സ്ഥാപിച്ചുകൊണ്ട് യെരൂശലേമിനെ ദൈവം തിരഞ്ഞെടുത്ത് വലിയ പദ്ധതികളുമായി ദൈവത്തിൻ്റെ ഹൃദയം സന്തോഷത്തോടുകൂടി ആയിരിക്കുമ്പോൾ അവിടെ നാം കാണുന്ന ഒരു കാര്യമാണ്, യഹൂദ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. എന്താണ് യെരൂശലേമും യഹൂദയും തമ്മിലുള്ള ബന്ധം? വചനം നാം പഠിക്കുമ്പോൾ ശലോമോനു ശേഷം ഇസ്രായേൽ എന്നുള്ള രാജ്യം 2ആയി പിളർക്കപ്പെടുന്നുണ്ട്. ഇസ്രായേലിൻ്റെ വടക്കേ ഭാഗം യെരൂശലേം എന്ന് തന്നെ അറിയപ്പെടുകയും തെക്കേ ഭാഗം യഹൂദ എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. 1 രാജാക്കന്മാർ 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വചനത്തിൽ കാണുന്ന യൊരോബയാം എന്നുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം ശലോമോൻ്റെ കാലത്ത് ശലോമോൻ്റെ ഒരു മേൽവിചാരകനായിരുന്നു, ഒരു സെർവൻ്റായിരുന്നു. പിന്നത്തേതിൽ ഈ രാജ്യം 2ആയി വിഭജിച്ചതിന് ശേഷം അതിൻ്റെ വടക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലിൻ്റെ രാജാവായി, ഭരണാധികാരിയായി ഈ യൊരോബയാം വളർന്നു വരികയും ആ പിളർന്ന ഇസ്രായേലിൻ്റെ തെക്കൻ ഭാഗത്തുള്ള യഹൂദാദേശത്തിൻ്റെ ഭരണാധികാരിയായി ശലോമോൻ്റെ മകനായ രെഹബയാം അധികാരമേൽക്കുകയും ചെയ്യുന്നത് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ യഹൂദ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ തെക്കൻ ഭാഗത്തുള്ള യഹൂദയിലാണ് ഇന്ന് യെരൂശലേം നിലനിൽക്കുന്നത്. ആ യെരൂശലേം നിലനിൽക്കുന്ന യഹൂദ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശലോമോൻ്റെ മകനായ രെഹബയാമാണ്. അങ്ങനെ രെഹബയാം അധികാരമേറ്റ് ആ രാജ്യത്തെ അല്ലെങ്കിൽ യഹൂദ ദേശത്തെ ഭരിക്കുവാനായിട്ട് തുടങ്ങിയതിന് ശേഷം
യഹോവ തൻ്റെ നാമം സ്ഥാപിക്കുവാനായിട്ട് തിരഞ്ഞെടുത്ത യെരൂശലേം സ്ഥിതി ചെയ്യുന്ന യഹൂദ ഭരിക്കുവാനായിട്ട് തുടങ്ങിയതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നാണ് നാം കുറിവാക്യത്തിൽ വായിച്ചത്. അവിടെ നാം കാണുന്നത് യഹൂദ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ ചെയ്ത പാപങ്ങൾ കൊണ്ട് അവരുടെ പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ അധികം അവനെ ക്രുദ്ധിപ്പിച്ചു. ദൈവം തൻ്റെ നാമം സ്ഥാപിക്കുവാനായിട്ട് എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത യെരൂശലേമിനെ മലിനീകരിക്കത്തക്ക അളവിൽ, യെരൂശലേമിലേക്ക് പാപം കടന്നു വരത്തക്ക അളവിൽ യഹൂദയിലെ ജനങ്ങൾ അവരുടെ സ്വഭാവത്തെ മാറ്റിയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? വചനത്തിൽ നാം കാണുന്നു, ദൈവത്തിൻ്റെ ഹൃദയത്തെ ഏറ്റവും ക്രുദ്ധിപ്പിച്ചു. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ കോപത്തെ പ്രൊവോക്ക് ചെയ്തു. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആങ്കറിനെ ഈ ജനങ്ങൾ പ്രകോപിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, നാം ഓരോരുത്തരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ദൈവം വളരെ വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്, യേശു പറയുകയാണ്, നിങ്ങളല്ല, അല്ലെങ്കിൽ നാം അല്ല നമ്മുടെ ദൈവത്തെ തിരഞ്ഞെടുത്തത്, പിന്നെയോ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ദൈവം നമ്മളെ ചൂസ് ചെയ്തിരിക്കുകയാണ്. തൊട്ടടുത്ത ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. അപ്പോൾ നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്താണ് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്? നമ്മിലൂടെ ദൈവികമായിട്ടുള്ള ഫലം പുറപ്പെടുവിക്കപ്പെടണം. ആത്മാവിൻ്റെ ഫലത്താൽ നാം നിറയപ്പെടണം. ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം പ്രതിഫലിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം മാറ്റപ്പെടണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏതു വിധത്തിലായിരിക്കുന്നു? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നഗരമായ യെരൂശലേമിലേക്ക് പാപം കടന്നു വന്ന് അത് ദൈവത്തിൻ്റെ കോപത്തെ, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ കോപത്തെ ജ്വലിപ്പിച്ചതുപോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിതം ഏത് നിലവാരത്തിലായിരിക്കുന്നു? ദൈവം നമ്മുടെ ജീവിതത്തെ നോക്കി സന്തോഷിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാപത്തെ, അകൃത്യത്തെ എന്നേക്കുമായി വലിച്ചുരിഞ്ഞു കളയുവാനായിട്ട് നാം തയ്യാറാകുക. 1 പത്രോസ് 2-ാം അധ്യായം 9 മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. അതിൻ്റെ 11-ാമത്തെ വചനം ശ്രദ്ധിക്കൂ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട ചില പദങ്ങൾ നമുക്ക് അവിടെ നിന്ന് അടർത്തിയെടുക്കുവാനായിട്ട് കഴിയും. ഒന്ന്, ദൈവത്താൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ലോകത്തിൽ 800 കോടി ജനങ്ങളുണ്ടായിട്ടും അവരിൽ നിന്ന് വ്യത്യസ്തരായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രാരംഭമായി നാം മനസ്സിലാക്കി നമ്മളിലൂടെ നല്ല ഫലം പുറപ്പെടുവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവീകമായ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഭാഗത്തിൽ നാം വായിച്ചു, ജഡമോഹങ്ങളെ നാം വിട്ടകലണം. നമ്മുടെ ജഡം, നമ്മുടെ ശരീരം എപ്പോഴും നമ്മെ പാപം ചെയ്യുവാനായിട്ട് നിർബന്ധിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ട് ഈ വചനം അനുസരിക്കുവാനായിട്ട് നാം തയ്യാറാക്കുക. അപ്പോൾ ജഡമോഹങ്ങളെ വിട്ടകലണം. അതിൻ്റെ 12-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ, മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഫലങ്ങൾ കൊണ്ട് അവർ ഈ ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് ഇടയാകണം. നമ്മളിലൂടെ ചിലർ കൂടെ മാനസാന്തരപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. എപ്രകാരം അവന് ഇങ്ങനെ ദൈവത്തോട് അടുത്തിരിക്കുവാനായിട്ട് കഴിയുന്നു, എങ്ങനെ അവന് പാപം ചെയ്യാതെ ജീവിക്കുവാനായിട്ട് കഴിയുന്നു എന്ന് മറ്റുള്ളവർക്കൊരു അത്ഭുത വിഷയമാകുമാറ് നമ്മുടെ ജീവിതത്തെ തിരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഭരമേൽപ്പിക്കുക. പാപം, മനുഷ്യൻ്റെ പാപം ദൈവത്തിൻ്റെ ഹൃദയത്തിലെ കോപത്തെ ജ്വലിപ്പിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വചനത്തിൽ വായിക്കുന്നു, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും. ഇന്ന് പകലിൽ പാപ സ്വഭാവങ്ങളെ വിട്ടകന്ന് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടി വരുന്ന ഒരു ദൈവഭക്തനെ ചൊല്ലി ദൈവദൂതന്മാരുടെ മധ്യത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് വചനത്തിൽ നാം വായിക്കുകയാണ്.
രഹബയാമും യഹൂദായും ചെയ്തതുപോലെ ദൈവത്തിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കാതെ, നമ്മുടെ ഉള്ളിൽ ഈ പാപത്തിന് ഒരു സ്ഥാനവും കൊടുക്കാതെ തികഞ്ഞ ദൈവസ്നേഹത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരായുധമായി നമ്മുടെ ജീവിതത്തെ ദൈവം മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പൂർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്, അത് കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നമ്മുടെ നടപ്പും നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെ വചനത്തിൻ പ്രകാരം തന്നെയായി മാറ്റപ്പെടുവാൻ കർത്താവിനോട് സഹായം ചോദിക്കുക. നാം അതിനായിട്ട് തയ്യാറാകുക, പരിശ്രമിക്കുക. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗാഡ് ബ്ലസ് യു.